നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സീതാറാം യെച്ചൂരി അന്തരിച്ചു. ഓർമ്മയായത് ജനാധിപത്യത്തിന്റെ കാവൽ പോരാളിയെ. ഭൗതികദേഹം എയിംസിന് വിട്ടുനൽകും, അനുശോചിച്ച് നേതാക്കൾ. കോളേജ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൂട്ടയടി. ചേരിതിരിഞ്ഞ് വിദ്യാർത്ഥികൾ. SFI KSU പ്രവർത്തകർക്കെതിരെ കേസ്. ടൗൺ പോലീസ് കേസെടുത്തത് 30ഓളം പ്രവർത്തകർക്കെതിരെ. മാലിന്യം തള്ളാൻ രഹസ്യകേന്ദ്രം. സെക്യൂറ മാളിനും വ്യക്തികൾക്കും 3.25 ലക്ഷം പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മാലിന്യം നിക്ഷേപിക്കുന്നത് കടമ്പൂർ പഞ്ചായത്തിലെ കാറാട്ടുപറമ്പിൽ. സ്ഥലമുടമയും പ്രതി. വാർത്തകൾ വിശദമായി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി 1952 ഓഗസ്റ്റ് 12-ന് മദ്രാസിലാണ് ജനിച്ചത്. സർവേശ്വര സോമയാജി യെച്ചൂരിയുടെയും ഭാര്യ കൽപ്പികയുടെയും മകനായിരുന്നു. ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം JNUവിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. JNUവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി. 1974-ൽ SFIയിൽ അംഗമായി. 3 വട്ടം JNU സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി. JNUവിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവ് ജീവിതം മൂലം പൂർത്തിയാക്കാനായില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കാലത്ത് 1975-ൽ അദ്ദേഹം അറസ്റ്റിലായി. 1978-ൽ SFIയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986-ൽ SFI ദേശീയ പ്രസിഡന്റായി. 1984-ൽ 32-ാം വയസ്സിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988-ൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1992-ൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് 2015-ൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്നും CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018-ൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022-ൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്റർ ആയിരുന്നു. 2005-ൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തക സീമ ചിൽസിയാണ് ഭാര്യ. അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ ആശിഷ് യെച്ചൂരി, ഡോക്ടർ അഖില യെച്ചൂരി, ഡാനിഷ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതികരണവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ. ആഭ്യന്തര വകുപ്പിൽ ഉറച്ച വിശ്വാസമുണ്ട്, എന്നാൽ ചില പുഴുക്കുത്തുകൾ അവിടെയുമുണ്ട്. ഭരണകൂട സംവിധാനത്തിൽ പ്രത്യേകിച്ചും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും കാരായി രാജൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കാരായി രാജന്റെ പ്രതികരണം. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ വിനിയോഗിച്ച് പുതുതായി താർ ചെയ്ത ചേണിയാർക്കൽ ശങ്കരവിലാസം റോഡ് തുറന്നുകൊടുത്തു. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ഏത് കാര്യങ്ങളും ഇവിടെ വേഗതയിൽ സാധ്യമാക്കാനും വിജയിപ്പിക്കാനും കഴിയുന്നത്. അതാണ് ആവശ്യം. നമ്മുടെ നിരവധി കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിച്ചു നിൽക്കുന്നത് ഇവിടെയല്ല, മുംബൈ പഞ്ചായത്തിലല്ല, അതിനപ്പുറത്ത് ജനങ്ങൾ കാണിക്കുന്നത് നിസ്സഹരണം കൂടിയാണ്. റോഡ് വേണമെന്ന് പറയും, റോഡ് വന്നു കഴിയുമ്പോൾ കേസാണ്. ഇപ്പോൾ മേലെ ചൊവ്വയിൽ കണ്ടാണ് കുറച്ചൊരു ചില കാര്യങ്ങൾ നടക്കുന്നത്. അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സമയം കഴിഞ്ഞു. കണ്ണൂർ നഗരത്തിൽ കാൽഡിക് ജംഗ്ഷനിലും 138 കോടി രൂപയുടെ കൈകാര്യം. കാശ് കിട്ടാത്ത കാശ് സാങ്ഷൻ ചെയ്ത് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ലാപ്സ് ആവേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ കണ്ണൂരായതുകൊണ്ടും ഞാനിങ്ങനെ മുഖ്യമന്ത്രിയോടും മറ്റു ആളുകളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അത് വൈകിപ്പോയി എന്നെല്ലാം പറഞ്ഞ് ക്ഷമാപണത്തോട് നിൽക്കുന്നതുകൊണ്ടാണ് തിരിച്ചെടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് മുണ്ടേരി പഞ്ചായത്തിലെ ജനങ്ങളും മുണ്ടേരി പഞ്ചായത്തിൻ്റെ അധികൃതന്മാരും കാണിക്കുന്ന ജനകീയ സ്പർശവും സ്നേഹപൂർണ്ണമായ പിന്തുണയും നമ്മുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും വേഗം കേസ് കൊടുക്കുക, കോടതിയിൽ ഹൈക്കോടതി കേസ്. തുറന്ന മനസ്സോടുകൂടി സഹായിക്കുന്ന ജനങ്ങളാണ് മുണ്ടേരി പഞ്ചായത്തിലെ ജനങ്ങൾ എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. മറ്റാരെയും കുറ്റപ്പെടുത്താനുമല്ല. അതുകൊണ്ട് ഈ സഹകരണം, ഈ പിന്തുണ, നിർലോഭം ഉണ്ടാകുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതെല്ലാം കേട്ട് കഴിയും വേഗം അത്
സാക്ഷാത്കരിക്കുന്നതിൻ്റെ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുമെന്ന് മാത്രം വിനീതമായി ഇവിടെ നിങ്ങൾ അറിയിച്ചുകൊണ്ട് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പി ബാലൻ സ്വാഗതം പറഞ്ഞു. വാർഡ് വികസന സമിതി കൺവീനർ മാവള്ളി രാഘവൻ, ടി വി സുനീഷ്, കുറിയ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമം പലിശരഹിത അയൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ വാരം ടൗണിൽ ഓണം വിപണന മേള ആരംഭിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീ മക്ബൂൽ സൂചിപ്പിച്ചതുപോലെ പലിശരഹിതം എന്നുള്ളതാണ്. പലിശ നമ്മുടെ ആർത്തിയുടെ ഒരു രൂപമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ എന്തെങ്കിലും 5% പലിശ അധികം കിട്ടുമെങ്കിൽ ഞാൻ എൻ്റെ പണം ആ ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. ഇടമത്സരത്തിലേക്കും നമ്മുടെ മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്തിക്കൊണ്ട് ഈ പലിശയുടെ വർധനവും പലിശ എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ശാന്തതയെ ലേശം ഹനിക്കുന്നതാണ് എന്ന വിശ്വാസക്കാരനാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ അവരുടെ ആചാരങ്ങളുടെ ഭാഗം കൂടിയാണ് പലിശ വാങ്ങിക്കൂടാ. അത് പ്രത്യുൽപാദന രംഗത്തേക്ക്, പ്രത്യുൽപ്പന്ന മേഖലകളിലേക്ക് അത് വ്യാപരിപ്പിച്ച് അത് മൂലമുണ്ടാകുന്ന ധനാഗമത്തിലൂടെ അവരെ ശക്തിപ്പെടുത്തുക, അവരുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തുക എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ചിന്തയും പ്രത്യേക രീതിയും അവലംബിക്കുന്നവരാണ്. അക്കാര്യത്തെ അവർ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും. ആദ്യ വിൽപ്പന കൗൺസിലർ ശ്രീജ ആരംഭന നൽകിക്കൊണ്ട് സാദി കുളിയിൽ നിർവഹിച്ചു. കെ എം മക്ബൂൽ അധ്യക്ഷത വഹിച്ചു. ഷാഹിന മൊയ്തീൻ, ഉമൈബ, വെള്ളോറ രാജൻ, പി സി അമീനുള്ള എന്നിവർ ആശംസകൾ നേർന്നു. ജംഷീറ സ്വാഗതവും ശോഭ നന്ദിയും പറഞ്ഞു. വിവിധ അയൽക്കൂട്ടങ്ങളുടെ 30ഓളം സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഓണപ്പൂക്കൾ, ഡിറ്റർജന്റുകൾ, പാനീയങ്ങൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ്. മേള ഈ മാസം 14-ന് അവസാനിക്കും. വാരം വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികളായ അബ്ദുൾ അസീസ്, ടി കെ കമാൽ, കെ കെ ഫൈസൽ, ഇബ്രാഹിം ഹാജി എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സീതാറാം യെച്ചൂരി അന്തരിച്ചു. ഓർമ്മയായത് ജനാധിപത്യത്തിന്റെ കാവൽ പോരാളിയെ. ഭൗതികദേഹം എയിംസിന് വിട്ടു നൽകും, അനുശോചിച്ച് നേതാക്കൾ. കോളേജ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൂട്ടയടി, ചേരിതിരിഞ്ഞു വിദ്യാർത്ഥികൾ. SFI KSU പ്രവർത്തകർക്കെതിരെ കേസ്. ടൗൺ പോലീസ് കേസെടുത്തത് 30ഓളം പ്രവർത്തകർക്കെതിരെ. മാലിന്യം തള്ളാൻ രഹസ്യകേന്ദ്രം. സെക്യൂറ മാളിനും വ്യക്തികൾക്കും 3.25 ലക്ഷം പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മാലിന്യം നിക്ഷേപിക്കുന്നത് കടമ്പൂർ പഞ്ചായത്തിലെ കാറാട്ടുപറമ്പിൽ. സ്ഥലമുടമയും പ്രതി. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വൈ മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? അത് ഇവർ തന്നെ പറയട്ടെ, അതല്ലേ നല്ലത്? വേൾഡ്സ് നമ്പർ 1 ബ്രാൻഡ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽസ്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണല്ലോ. ഓക്കെ, എന്റെ മൊബൈലും ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെ മൈജിയുടെ സർവീസ് സെന്ററിൽ മാത്രമേ നൽകുള്ളൂ. നമ്മുടെ കൺമുന്നിലുള്ള സുതാര്യത. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ മാത്രമുള്ള മൈജിയുടെ സർവീസ് സെന്റർ. സ്റ്റുഡൻസിനാണേലും ഗെയിമേഴ്സിനാണേലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് മൈജി അല്ലേ? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടി വിയിൽ തുടങ്ങിയ ബന്ധം. റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ട്രസ്റ്റഡ് ഫിനാൻസ് പാർട്ട്നേഴ്സിലൂടെ ഫാസ്റ്റ് ആയിട്ട് ഫിനാൻസ് പ്രോസസ്സും അതിന്റെ കൂടെ നല്ല ഓഫേഴ്സും പിന്നെ ഈസി ആയിട്ട് അടയ്ക്കാവുന്ന സൂപ്പർ EMI പ്ലാനും. എന്നെ കിച്ചണിൽ സ്റ്റാർ ആക്കാനുള്ള വൈഡ് റേഞ്ച് ഓഫ് ക്രോക്കറീസ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഇപ്പോൾ മൈജിയിലുണ്ട്. പിന്നെ ഒരു സീക്രട്ട് പറയട്ടെ, പല ഓൺലൈൻ സൈറ്റിനേക്കാളും വില കുറവാണ് മൈജിയിൽ. 2 ഫാസ്റ്റ് ഡെലിവറി. കേട്ടല്ലോ, കണ്ടല്ലോ. ഹോം അപ്ലയൻസസിനും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനും കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി കേരളാസ് ഫസ്റ്റ് ചോയ്സ്. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. വാർത്തയിലേക്ക്. തോട്ടട SN കോളേജിലെ സംഘർഷം. SFI KSU പ്രവർത്തകരായ 30 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇരുവിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. SN കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റിൽ 23 എണ്ണത്തിൽ SFIയും 2 എണ്ണത്തിൽ KSUവും വിജയിച്ചിരുന്നു. മേജർ സീറ്റുകൾ മുഴുവൻ SFI നിലനിർത്തി എന്ന ഫലത്തിന് പിന്നാലെയാണ് സംഘർഷം ഉടലെടുത്തത്. സുവോളജി അസോസിയേഷൻ സെക്രട്ടറി, 3rd DC റെപ്രസെന്റേറ്റീവ് എന്നീ സീറ്റുകളാണ് KSU നേടിയത്. ഫലപ്രഖ്യാപനത്തെ തുടർന്ന് SFIയും KSUവും ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ആഹ്ലാദ പ്രകടനത്തിനിടെ നേരിയ സംഘർഷമുണ്ടായി. ഇതാണ് അടിപിടിയിൽ കലാശിച്ചത്. പോലീസ് ലാത്തി വീശി വിദ്യാർത്ഥികളെ മാറ്റി. പരിക്കേറ്റ KSU പ്രവർത്തകൻ മുഹമ്മദ് റബിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ടൗൺ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുവോളജി അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനം KSUവിന് ലഭിച്ചത്. ഇതിന്റെ പേരിൽ വാക്തർക്കം ഉണ്ടായതാണ് സംഘർഷ കാരണമെന്ന് അറിയുന്നു. ഇരു വിഭാഗങ്ങളിലെയും 30 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗതാഗത, വ്യവസായ, വാണിജ്യ മേഖലയിൽ 20ൽ പരം തൊഴിലവസരം നൽകുന്ന MSME ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മറൈൻ ഫിറ്റർ ആൻഡ് ടെക്നോളജി കോഴ്സിന് കണ്ണൂർ ജില്ലയിൽ ആദ്യമായി കമ്പിൽ അക്ഷര കോളേജിൽ തുടക്കം കുറിച്ചു. ഡോക്ടർ നാരായണൻ പുതുശ്ശേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മെക്കാനിക്കൽ ഫിറ്റർ, മറൈൻ ഇലക്ട്രിക് എക്യുപ്മെന്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേറ്റർ, ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ലഘു ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ മറൈൻ ഷിപ്പ് ടെക്നോളജി പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് സർട്ടിഫിക്കറ്റ് നേടാൻ ഈ സംവിധാനത്തിലൂടെ സാധ്യമാകും. അക്ഷരയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. പ്രിൻസിപ്പൽ KN രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP അബ്ദുൾ മജീദ് മുഖ്യാതിഥിയായി. കണ്ണൂർ മറൈൻ ക്ലബ്ബ് MDയും ചെയർമാനുമായ KKP നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. PP സീത ടീച്ചർ സ്വാഗതവും KT മുഹമ്മദ് അഫ്സൽ നന്ദിയും പറഞ്ഞു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.
മാലിന്യം തള്ളാൻ രഹസ്യകേന്ദ്രം. മാളിനും വ്യക്തികൾക്കും കൂടി 3.25 ലക്ഷം പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. താഴെചൊവ്വയിലെ സെക്യൂറ മാളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കടമ്പൂർ പഞ്ചായത്തിലെ വിജനമായ പ്രദേശത്ത് നിക്ഷേപിച്ചതിന് മാൾ ഉടമസ്ഥർക്കും മാലിന്യം ശേഖരിക്കുന്ന ഹർഷാദ് CV, സ്ഥലമുടമ ശ്രീനിത്ത് PM എന്നിവർക്കും 25,000 രൂപ വീതം ആകെ 75,000 രൂപയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. മാലിന്യ നിക്ഷേപം നടത്തുന്ന വ്യക്തിക്ക് ആക്രി ശേഖരിക്കാനുള്ള ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ലെന്നും സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. താഴെചൊവ്വയിലെ സെക്യൂരിയ മാളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കടമ്പൂർ പഞ്ചായത്തിലെ വിജനമായ പ്രദേശത്ത് നിക്ഷേപിച്ചതിനാണ് മാൾ ഉടമസ്ഥർക്കും മാലിന്യം ശേഖരിക്കുന്ന ഹർഷാദ് CV, സ്ഥല ഉടമ ശ്രീനിത്ത് PM എന്നിവർക്കും 25,000 രൂപ വീതം ആകെ 75,000 രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത്. കണ്ണൂർ താഴെചൊവ്വയിലെ സെക്യൂരിയ മാളിലെ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തരംതിരിക്കാത്ത മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന കടമ്പൂർ പഞ്ചായത്തിലെ കാറാട്ടുപറമ്പിലെ സ്ഥലം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഞ്ചായത്തിന്റെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു. പെട്ടെന്ന് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത വിജനമായ പ്രദേശത്താണ് മാലിന്യങ്ങൾ തള്ളിയിരുന്നത്. മാളിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സ്ക്വാഡിന് കാണാൻ കഴിഞ്ഞത് തരംതിരിക്കാത്ത മാലിന്യങ്ങൾ കവറുകളിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു. മാലിന്യങ്ങൾ കൈമാറുന്നതിന് ഏതെങ്കിലും ഏജൻസിയുമായുള്ള കരാർ ഹാജരാക്കുന്നതിന് മാനേജ്മെന്റിന് സാധിച്ചില്ല. ഫുഡ് കോർട്ടിൽ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, ഗ്ലാസുകളുമായിരുന്നു അവയിൽ ഭൂരിഭാഗവും. കടമ്പൂർ പഞ്ചായത്ത് 1-ാം വാർഡിലെ രഹസ്യ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള കെട്ടുകണക്കിന് മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പരിശോധനയിൽ സെക്യൂരിയ മാളിലെ സ്ക്രാപ്പ് സ്റ്റോക്ക് ട്രാൻസ്ഫർ രസീതി അടക്കമുള്ള രേഖകളാണ് കണ്ടെടുത്തത്. മാളിലെ ഫുഡ് കോർട്ടിൽ പ്രവർത്തിക്കുന്ന ചിക്കിങ്, KFC തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ കലർന്ന ഡിസ്പോസിബിളുകൾ, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലെ ഓഫർ നോട്ടീസുകൾ തുടങ്ങിയ തെളിവുകൾ സ്ക്വാഡിന് ലഭിച്ചു. 1.5 ഏക്കറിലധികം സ്ഥലത്ത് 1 വർഷത്തോളമായി മാലിന്യ നിക്ഷേപം നടത്തുന്ന വ്യക്തിക്ക് ആക്രി ശേഖരിക്കാനുള്ള ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ, കടമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ് മുഹമ്മദ് NV എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ ഓണസദ്യക്ക് കീശ കാലിയാവില്ല. പച്ചക്കറി വില പതിവിലും കുറഞ്ഞതാണ് കാരണം. ഓണക്കാലത്ത് പച്ചക്കറി വിലക്കയറ്റം പതിവാണെങ്കിലും ഇക്കുറി അതൊന്ന് മയപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഏജൻസികളുടെ വിപണിയിലെ ഇടപെടലുകളും കാര്യക്ഷമമായതോടെയാണ് വില കുറഞ്ഞത്. ഓണക്കാലത്ത് പച്ചക്കറി വില പൊള്ളുന്നുവെന്ന പതിവ് പല്ലവിയില്ല. അയൽനാടുകളിൽ നിന്നും പച്ചക്കറികൾ എത്തുന്നതിനോടൊപ്പം തന്നെ ഓണക്കാലം ലക്ഷ്യമിട്ട് നാട്ടിൽ വ്യാപകമായി നടത്തിയ കൃഷിയിൽ മികച്ച വിളവെടുപ്പുണ്ടായതാണ് വിലക്കയറ്റത്തിന് തടയിട്ടത്. ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറി ചന്തകളിൽ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ പച്ചക്കറികൾ ലഭ്യമാകുന്നുണ്ട്. ജില്ലയിൽ 15ഓളം ഹോർട്ടികോർപ്പ് ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറത്തുള്ള പച്ചക്കറി വിപണികളെ വെച്ച് നോക്കിയാൽ ഓണം അടുത്തെങ്കിലും തമിഴ്നാട്ടിലെ വിപണിയിൽ ഇത്തവണ വില കുതിച്ചുയർന്നിട്ടില്ല. മുൻവർഷത്തെ അപേക്ഷിച്ച് കേരളത്തിലേക്കുള്ള പച്ചക്കറിയുടെ കയറ്റുമതി കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് തമിഴ്നാട് തേനി ജില്ലയിൽ നിന്നുള്ള പച്ചക്കറികളാണ്. തേവാരം, ചിന്നമന്നൂർ, കമ്പം, തേനി, ശീലയമ്പെട്ടി, പത്തലകുണ്ട്, ഗൂഡല്ലൂർ തുടങ്ങിയ തെക്കൻ തമിഴ്നാട്ടിലെ പച്ചക്കറി തോട്ടങ്ങളുടെ പ്രധാന വിപണി കേരളമാണ്. ബീൻസ് 30, വെള്ളരി 10, മുളക് 28, തക്കാളി 10, വെണ്ടക്ക 29, മുരിങ്ങക്ക 20, അമരപ്പയർ 13, ബീട്രൂട്ട് 12, കാബേജ് 12, അച്ചിങ്ങ 40 എന്നിങ്ങനെയാണ് ഓരോ കിലോയ്ക്ക് ഇപ്പോഴത്തെ നിരക്ക്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇരട്ടിയിലധികം വിലയായിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിപണിയിലെത്തി നേരിട്ട് ലേലത്തിൽ പങ്കെടുക്കുന്നത് പതിവാണ്. എന്നാൽ നാളെയും മറ്റന്നാളുമായി തമിഴ്നാട്ടിലെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. മറാഠികൾ കണ്ണൂരിൽ സംഘടിപ്പിച്ച ഗണേശോത്സവത്തിന് സമാപനമായി. 5-ാം ദിവസമാണ് നിമഞ്ജന ഘോഷയാത്ര നടന്നത്. ഇന്നലെ വൈകുന്നേരം ഘോഷയാത്ര ബെല്ലാർ റോഡിൽ നിന്നും പുറപ്പെട്ട് ബാങ്ക് റോഡ്, ഫോർട്ട് റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, ശ്രീനാരായണ പാർക്ക് വഴി രാത്രി പയ്യാമ്പലം കടപ്പുറത്തെത്തി ഗണേശ വിഗ്രഹം കടലിൽ നിമഞ്ജനം ചെയ്തു. കഴിഞ്ഞ 26 വർഷമായി മറാഠികൾ കണ്ണൂരിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കണ്ണൂരിൽ തദ്ദേശീയർ സംഘടിപ്പിച്ച ഗണേശോത്സവം കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങി 3-ാം ദിവസം രാത്രി പയ്യാമ്പലം കടലിൽ നിമജ്ജനം ചെയ്തിരുന്നു. എന്നാൽ കണ്ണൂർ നഗരത്തിലെ ബെല്ലാർ റോഡിൽ മറാഠികൾ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിൽ 5-ാം ദിവസമാണ് നിമജ്ജന ഘോഷയാത്ര നടക്കാറുള്ളത്. ഇന്നലെ വൈകുന്നേരം ഘോഷയാത്ര ബെല്ലാർ റോഡിൽ നിന്നും പുറപ്പെട്ട് ബാങ്ക് റോഡ്, ഫോർട്ട് റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, ശ്രീനാരായണ പാർക്ക് വഴി രാത്രി പയ്യാമ്പലം കടപ്പുറത്തെത്തി ഗണേശ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,760 രൂപ, വെള്ളി 91 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സീതാറാം യെച്ചൂരി അന്തരിച്ചു. ഓർമ്മയായത് ജനാധിപത്യത്തിന്റെ കാവൽ പോരാളിയെ. ഭൗതികദേഹം എയിംസിന് വിട്ടു നൽകും, അനുശോചിച്ച് നേതാക്കൾ. കോളേജ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൂട്ടയടി. ചേരിതിരിഞ്ഞ് വിദ്യാർത്ഥികൾ. SFI KSU പ്രവർത്തകർക്കെതിരെ കേസ്. ടൗൺ പോലീസ് കേസെടുത്തത് 30ഓളം പ്രവർത്തകർക്കെതിരെ. മാലിന്യം തള്ളാൻ രഹസ്യകേന്ദ്രം. സെക്യൂറ മാളിനും വ്യക്തികൾക്കും 3,4 ലക്ഷം പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മാലിന്യം നിക്ഷേപിക്കുന്നത് കടമ്പൂർ പഞ്ചായത്തിലെ കാറാട്ടുപറമ്പിൽ. സ്ഥലമുടമയും പ്രതി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.